നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഗൾഫ് രാഷ്ട്രങ്ങളിൽ തട്ടിപ്പുകൾ ഏറുകയാണ്. ഇതിനെതിരെ കനത്ത മുന്നറിയിപ്പുകൾ നൽകിയിട്ടും എന്തുകൊണ്ട് തട്ടിപ്പുകൾ ഏറുന്നു എന്നതിനെ തുടർന്ന് ആശങ്കയിലാണ് ഏവരും. ഓൺലൈൻ തട്ടിപ്പുകളാണ് ഇപ്പോൾ വ്യാപകമായി നടന്നു വരുന്നത്. പ്രധാനമായി കണ്ടുവന്നിരുന്നത് മസാജ് പാർലറിലേക്കുള്ള തട്ടിപ്പുകളാണ്. എന്നാൽ ഇപ്പോൾ ഓൺലൈൻ വഴി ഇത്തരം തട്ടിപ്പുകൾ ഏറി വരുന്നുണ്ട്. ഇതിൽ ഏറെയും കുടുങ്ങുന്നത് പ്രവാസികൾ എന്ന റിപ്പോർട്ടുകൾ ഇതിനോടകം തന്നെ പുറത്തു വന്നു കഴിഞ്ഞ ഈ സാഹചര്യത്തിൽ വീണ്ടും മറ്റൊരു തട്ടിപ്പ് കൂടി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. ഓൺലൈൻ വഴി 21 ദിർഹത്തിന്, അതായത് ഏകദേശം 485 രൂപ ഭക്ഷണം ഓർഡർ ചെയ്ത മലയാളിക്ക് സൈബർ തട്ടിപ്പിൽ നഷ്ടമായത് 2100 ദിർഹം, അതായത് ഏകദേശം 4500 രൂപയാണ്. ഷാർജ അൽഖാനിലെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന പന്തളം സ്വദേശി ജോസ് ജോർജ് കഴിഞ്ഞ ദിവസം ഉച്ചഭക്ഷണത്തിനാണ് പ്രമുഖ ഭക്ഷ്യസ്ഥാപനത്തിന്റെ സൈറ്റിൽ ബുക്ക് ചെയ്തത്. മുഴുവൻ പണവും നഷ്ടപ്പെട്ട് ഡെബിറ്റ് കാർഡ് സംപൂജ്യമാകാൻ അധികം സമയം വേണ്ടി വന്നിരുന്നില്ല. പണം തിരികെ കിട്ടുമെന്ന പ്രതീക്ഷയിൽ പോലീസ് സൈബർ സെല്ലിൽ പരാതി നൽകി കാത്തിരിക്കുകയാണ് അദ്ദേഹം. 10 വർഷമായി UAE-യിൽ ജോലി ചെയ്യുന്ന തനിക്ക് ആദ്യമായാണ് ഇത്തരത്തിലൊരു അനുഭവം ഉണ്ടായതെന്ന് ജോസ് ജോർജ് വ്യക്തമാക്കുന്നു. ചിക്കൻ വിഭവം ഓർഡർ ചെയ്തപ്പോൾ OTP മെസ്സേജ് വന്നു. ആ നമ്പർ അടിച്ചു കൊടുത്ത് അല്പം കഴിഞ്ഞപ്പോൾ വീണ്ടും OTP എത്തിയെങ്കിലും സംശയം തോന്നി ഒഴിവാക്കി. പിന്നീട് ഓഫീസിന് സമീപമുള്ള സൂപ്പർ മാർക്കറ്റിൽ നിന്ന് സാധനം വാങ്ങുന്നതിനിടെ 2 തവണ അക്കൗണ്ടിൽ നിന്ന് പണം പിൻവലിച്ചെന്ന സന്ദേശം മൊബൈലിൽ എത്തിയിരുന്നു. ഉടൻ ബാങ്കിൽ വിളിച്ചു പറഞ്ഞപ്പോൾ അവരും സ്ഥിരീകരിച്ചു. പണം പിൻവലിച്ചെന്ന സന്ദേശം മറ്റൊരു സ്ഥാപനത്തിന്റെ പേരിൽ വന്നതിനാൽ തന്നെ അവിടെ അന്വേഷിച്ചപ്പോൾ അങ്ങനെ ഒരു ഇടപാട് നടന്നിട്ടില്ലെന്ന് വ്യക്തമായിട്ടുമുണ്ട്. പോലീസ് സ്റ്റേഷനിൽ പരാതിയുമായി ചെന്നപ്പോഴാകട്ടെ സമാന രീതിയിൽ തട്ടിപ്പിനിരയായ വേറെയും ആളുകളുണ്ടായിരുന്നതായി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. ഓൺലൈൻ ഷോപ്പിംഗ് തുടങ്ങി പഠനം, വിനോദങ്ങൾ, ബാങ്കിംഗ് തുടങ്ങിയ മേഖലകൾ സൈബർ തട്ടിപ്പുകാരിൽ നിന്ന് വൻ ഭീഷണി നേരിടുന്നതായി UAE സൈബർ ക്രൈം വിഭാഗം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കൊറോണ വ്യാപനത്തെ തുടർന്നുണ്ടായ സാഹചര്യത്തിൽ ഓൺലൈൻ ഇടപാടുകൾ കൂടിയതോടെയാണ് തട്ടിപ്പ് വ്യാപകമായി മാറിയത്. രാജ്യാന്തര ബന്ധമുള്ള വൻ ശൃംഖലയാണ് ഇതിന് പിന്നിലെന്നാണ് ലഭ്യമാകുന്ന വിവരം. റെസ്റ്റോറന്റുകളുടെയും ഷോപ്പിംഗ് മാളുകളുടെയും പേരിൽ വെബ്സൈറ്റ് തുടങ്ങുന്നതാണ് പുതിയ തന്ത്രമായി പറയുന്നത്. കുറഞ്ഞ വിലയ്ക്ക് ഭക്ഷണം വാഗ്ദാനം ചെയ്യുന്നതാണ് ഇവരുടെ രീതി. കാർഡ് വഴി പണം നൽകിയവർക്ക് സാധനങ്ങൾ കിട്ടാതിരുന്നപ്പോഴാണ് തട്ടിപ്പ് വ്യക്തമായത്. ഇടപാട് നടത്തുമ്പോൾ യഥാർത്ഥ സ്ഥാപനമാണെന്ന് ഉറപ്പുവരുത്തണം. സാധനങ്ങൾ ഫോണിൽ ഓർഡർ ചെയ്തെത്തുമ്പോൾ മാത്രം പണം നൽകുന്നതാണ് സുരക്ഷിതം. ഇടപാടുകാരന്റെ മൊബൈൽ ഫോൺ സിം കാർഡിന്റെ ഡ്യൂപ്ലിക്കേറ്റ് സംഘടിപ്പിച്ച് പണാപഹരണം നടത്തുക. വ്യക്തികളുടെയും സ്ഥാപനങ്ങളുടെയും വിവരങ്ങൾ ചോർത്തുകയും പണം ആവശ്യപ്പെടുകയും ചെയ്യുക. വൈദ്യുതി ജല ബില്ലിന്റെ പേരിലുള്ള തട്ടിപ്പ് തുടങ്ങിയ കേസുകൾ വ്യാപകമായിട്ടുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥരും സെൻട്രൽ ബാങ്ക് പ്രതിനിധിയുമായി പരിചയപ്പെടുത്തിയ തട്ടിപ്പുകാർ മുന്നിലെത്താവുന്നതാണ്. ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ പരമാവധി ഒഴിവാക്കുക. തട്ടിപ്പിനിരയായാൽ ഉടൻ പോലീസിനെ അറിയിക്കേണ്ടതാണ്. ഫോൺ 901. വെബ്സൈറ്റ് ecrime.ae. എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. പോലീസ് ആപ്പ്, സ്മാർട്ട് പോലീസ് സ്റ്റേഷൻ സേവനങ്ങളും ഇതിനായി ഉപയോഗപ്പെടുത്താവുന്നതാണ്. ബാങ്കിലും പരാതി നൽകിയിരിക്കണം. പാസ്വേഡുകൾ ഇടയ്ക്ക് മാറ്റുന്നത് സുരക്ഷിതമാണ്. പാസ്വേഡ് കൂടുതൽ ശക്തമാക്കാം. സ്വകാര്യ ഉപയോഗത്തിനുള്ള കമ്പ്യൂട്ടറിൽ ആന്റിവൈറസ് സോഫ്റ്റ്വെയർ ഉണ്ടാകണം. ഇവ യഥാസമയം അപ്ഗ്രേഡ് ചെയ്യുകയും വേണമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.